തൃശൂരിൽ പാരാമെഡിക്കൽ കോഴ്സിന്റെ മറവിൽ തട്ടിപ്പെന്ന് പരാതി. തൃശൂർ KSRTC സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന മിനർവ എന്ന സ്ഥാപനത്തിനെതിരെയാണ് വിദ്യാർത്ഥികൾ കൂട്ടപരാതിയുമായി എത്തിയത്. 100-ലധികം വിദ്യാർത്ഥികളാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷന് മുമ്പിലാണ്. ഇവിടെ 300-ൽ പരം വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഇവിടെ തമ്പടിച്ചിരിക്കുന്നത്. ഈ സ്റ്റേഷന് മുമ്പിൽ ഇവർ ഒരു പാരാമെഡിക്കൽ കോഴ്സ് പഠിച്ച വിദ്യാർത്ഥികളാണ്. മിനർവ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിലാണ് ഇവർ പാരാമെഡിക്കൽ കോഴ്സ് പഠിച്ചത്. എന്നാൽ ആ കോഴ്സ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് ജോലിയോ മറ്റോ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥികൾ ഇവിടെ തമ്പടിച്ചിരിക്കുന്നത്. നമുക്ക് ആ കുട്ടികളോട് തന്നെ ചോദിക്കാം. നിങ്ങൾ തൃശ്ശൂരിലെ സ്ഥാപനത്തിലാണോ പഠിച്ചത്? അതെ, മിനർവയിലെ പഠിക്കണേ ഞങ്ങൾ. എന്താ ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത്? സംഭവം വെച്ചാല് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവ്ഡ് എന്നാണ് ഞങ്ങളോട് മിനർവയിൽ കയറ്റിക്കണത്. ഇപ്പൊ അവര് പറയാം കേന്ദ്രയുടെ അപ്രൂവ്ഡ് അല്ലാന്നാണ് സർട്ടിഫിക്കറ്റ്. പിന്നെ മലപ്പുറത്ത് ഇതേപോലെ സംഭവം നടക്കുന്നുണ്ട്. അവിടെ ഫേക്കാന്ന് കമലാ സാർ സമ്മതിച്ചു. പക്ഷെ ഇവിടെ അവർ സമ്മതിക്കണില്ല. ഇത് ഫേക്ക് അല്ല, ഇത് കേന്ദ്രയുടെ അപ്രൂവ്ഡ് ഉള്ള സർട്ടിഫിക്കറ്റ് ആണെന്ന് ഇവിടെ പറയണത്. ഇപ്പൊ പഠിച്ചിട്ട് ജോലി കിട്ടുമല്ലോ ചെയ്തിട്ടുണ്ടോ? ജോലി കിട്ടുന്നുണ്ട്. പക്ഷെ ഈ സർട്ടിഫിക്കറ്റ് എവിടെ ജോലിക്ക് കിട്ടണില്ല. ട്രെയിനിങ്ങിന് കയറുമ്പോൾ പറയാ ഈ സർട്ടിഫിക്കറ്റ് നിങ്ങളൊന്നും ജോലിക്ക് എടുക്കില്ല എന്നാണ് ഇവിടെ ഒക്കെ പറയണത്. നിങ്ങൾ ഇവിടെ തന്നെ തൃശ്ശൂരിനെ പഠിക്കണേ? അല്ല, ഞാൻ പാരന്റാണ്. പരാതി എഴുതി കൊടുക്കാൻ വന്നത്. ഇത് 2006 മുതൽ ഉണ്ടായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇവിടെ പഠിച്ചു കഴിഞ്ഞവർക്ക് നമ്മൾ ഇവരുടെ സർട്ടിഫിക്കറ്റ് മുഖാന്തരം പോകുമ്പോൾ ജോലി കിട്ടണില്ല. ഇവരാകെ ചെയ്യണത് ട്രെയിനിങ് കൊടുക്കാണ്. നല്ല നല്ല ഹോസ്പിറ്റലുകൾ കണ്ടെത്തിയിട്ട് ട്രെയിനിങ് കൊടുക്കാം. ആ ട്രെയിനിങ്ങിന്റെ ബേസിൽ 1-2 ഹോസ്പിറ്റലുകൾ അവർക്ക് കണ്ടിന്യൂ ചെയ്യും. ബാക്കി ട്രെയിനിങ് കഴിഞ്ഞ ഒരാൾ ജോലി കിട്ടണില്ല. നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് സ്കീമിന്റെ കീഴിലാണ് സർട്ടിഫിക്കേഷൻ കൊടുക്കണം എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അതിന്റെ ആസ്ഥാനം ഡൽഹിയിലാണെന്ന് പറയുന്നു. പക്ഷെ ഇവിടെ ചെട്ടിയങ്ങാടിയിലാണ്. അവർ പറഞ്ഞ അഡ്രസ്സിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഇവിടെ ചെട്ടിയങ്ങാടിയിലാണ് അതിന്റെ അഡ്രസ്സ് കാണിക്കുന്നത്. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റുകൾ പിടിച്ചു വയ്ക്കുക. SLC +2 സർട്ടിഫിക്കറ്റ് അവർ പിടിച്ചു വയ്ക്കുകയും ഭീമമായ ഫീസ് ഈടാക്കുകയും ചെയ്യുകയും അതുപോലെ തന്നെ ടീച്ചേഴ്സിന്, അവിടെ പഠിക്കുന്ന ടീച്ചേഴ്സിന്, പ്രിൻസിപ്പാളിന് എക്കണോമിക്സ് ആണ്. ഇവർ പഠിക്കുന്നത് BSCയും മെഡിക്കൽ ഫീൽഡായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളിൽ. പ്രിൻസിപ്പാളിനെ സംബന്ധിച്ച് പ്രിൻസിപ്പാളിന് MSc എക്കണോമിക്സ് ഉള്ളൂ. ടീച്ചേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ ജസ്റ്റ് നമ്മൾ പ്രശ്നം ഉണ്ടായപ്പോൾ ചോദിച്ചു. ഒരാൾ പോലും വ്യക്തമായ ക്വാളിഫിക്കേഷൻ പറയുക, ക്വാളിഫിക്കേഷൻ ഇതാക്കുകയോ ചെയ്തു. തീർച്ചയായും ഈ വ്യക്തമായ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത അധ്യാപകരടക്കമാണ് ഇവിടെ പഠിപ്പിക്കുന്നതെന്ന് അടക്കമുള്ള ഒരു ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. നമുക്കിപ്പോൾ തൃശ്ശൂരിൽ കാണാൻ കഴിയുന്ന പോലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ തൃശ്ശൂരത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഇത്തരത്തിൽ തടിച്ചുകൂടിയിട്ടുള്ളത്. ഏകദേശം 300-ൽ പരം വരുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നുണ്ട്. ഇവരിപ്പോൾ തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷന് മുമ്പിലെത്തിയാണ് ഇത്തരത്തിൽ കൂട്ടത്തോട് കൂട്ടി പരാതി നൽകാൻ എത്തിയിരിക്കുന്നത്. ഈ സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്കടക്കം നിലവിൽ ഇപ്പോൾ സർട്ടിഫിക്കറ്റോ മറ്റോ നൽകാനും തയ്യാറാകുന്നില്ല എന്നുള്ള ആരോപണവും ഇതിൽ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും എത്തിയവർ ഈ വ്യാപകമായ രീതിയിൽ ഒരു പരാതി നൽകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ സ്ഥാപനത്തിന്റെ മറ്റ് ജില്ലകളിലുണ്ടായിരുന്ന യൂണിറ്റുകളിലടക്കം ഇത്തരത്തിൽ സമാനമായ പ്രശ്നമുണ്ടായിരുന്നു എന്നും ഇപ്പോൾ ഈ ഒരു വിദ്യാർത്ഥികളടക്കം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും 300-ൽ പരം വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഈ ഒരു സ്ഥാപനത്തിന്റെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ പാരാമെഡിക്കൽ കോഴ്സുമായി ബന്ധപ്പെട്ട വിവിധ കോഴ്സുകളാണ് ഈ ഒരു കമ്പനി, ഈ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്നത്. പലതരത്തിലുള്ള കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളായിരുന്നു ഇവിടെയുള്ളത്. എന്തായാലും ആ സർട്ടിഫിക്കറ്റുകൾ വാലിഡ് അല്ല എന്ന് കണ്ടതിനെ തുടർന്നാണ് ഇവർ ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി അടക്കം ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 100 കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷന് മുമ്പിലേക്ക് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് എത്തിയിരിക്കുകയാണ്. ഈ സ്ഥാപനത്തിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ പണമടക്കം തിരിച്ചു നൽകണം തുടങ്ങിയ ഇത്തരത്തിൽ അവർ തന്ന സർട്ടിഫിക്കറ്റുകളടക്കമായാണ് രക്ഷിതാക്കളടക്കമുള്ളവർ ഈ ഒരു സ്റ്റേഷന് മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് 2 ഹോസ്പിറ്റലിൽ ട്രെയിനിങ്ങിനായി അന്വേഷിച്ച് ചെന്നപ്പോൾ ഇത് വാലിഡ് അല്ല, ഇവിടെ നിങ്ങളെ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒഴിവാക്കി വിടാണ് ചെയ്തത്. 2 ഹോസ്പിറ്റലല്ല, കുറെ ഹോസ്പിറ്റലിൽ പോയിരുന്നു. അവരൊക്കെ പറയാതെ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വരുമ്പോൾ വിളിക്കുക എന്നുള്ള ഒരു മറുപടി അല്ലാതെ ഞങ്ങൾ ഒരു സ്ഥലത്ത് കൊടുത്തിട്ടില്ല. ഞങ്ങൾ സെൽഫായിട്ട് അന്വേഷിക്കുമ്പോൾ. പിന്നെ ഇവരുടെ അണ്ടറിൽ വരുന്ന ഹോസ്പിറ്റൽസിൽ പോകുമ്പോഴാണ് ഞങ്ങൾ എടുക്കുന്നത്. ആ എടുത്തോടത്ത് ഇവര് തന്ന ഈ സർട്ടിഫിക്കറ്റിന്റെ കോഴ്സിനല്ല ഞങ്ങളെ വെച്ചിരിക്കുന്നത്. ഞാൻ OT-യിൽ ഇതാണ് പഠിച്ചിരുന്നത്. പക്ഷെ അവര് ഞങ്ങളെ നിർത്തിയിരുന്നത് കാഷ്വാലിറ്റിയിലും OP-യിലുമാണ് നിർത്തിയിരിക്കുന്നത്. അവര് പറയുന്ന ചില ഹോസ്പിറ്റലുകൾ വെച്ച് മറ്റു ഹോസ്പിറ്റലുകളിലൊന്നും ഇത് അംഗീകരിക്കുന്നില്ല, എടുക്കുന്നില്ല. നിങ്ങളെ പിന്നീട് വിളിക്കുക എന്ന് മാത്രമാണ് മറുപടി പറയണത്.
പിന്നെ തൃശ്ശൂർ ദയ ഹോസ്പിറ്റലും കോപ്പറേറ്റീവ് ഹോസ്പിറ്റലും ചെന്നപ്പോഴാണ് ശരിക്കുള്ള കാര്യം മുഖത്ത് നോക്കി അവർ പറയണത്. നിങ്ങൾ എടുക്കാൻ പറ്റില്ല, നിങ്ങൾ ഇവിടെ പേഷ്യൻസ് മാറിയിരുന്ന ഡ്രസ്സ് എടുത്ത് വൃത്തിയാക്കാൻ നിങ്ങൾ നിർത്തിയിട്ട് കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് പൈസയല്ലേ ചെലവാവണേന്ന് അവരിങ്ങോട്ടാണ് പറയണത്. ഈ കോഴ്സുകൾക്കൊക്കെ എത്ര രൂപ വരെ ഫീസ് ഈടാക്കിയിട്ടുണ്ട്? 2 വർഷത്തിന് 70,000 രൂപ അവർ വാങ്ങിയിട്ടുണ്ട്. ഏത് കോഴ്സായിരുന്നു? OTIT. മറ്റ് ഏത് മോള് പഠിക്കുന്ന ആളാണോ? ഏത് കോഴ്സായിരുന്നു? 21-23 ബാച്ചായിരുന്നു. കഴിഞ്ഞിറങ്ങിയിട്ട് ഈ സർട്ടിഫിക്കറ്റുമായി ഏതെങ്കിലും ഹോസ്പിറ്റലിൽ സമീപിച്ചിരുന്നു? പോയിരുന്നു, കുറെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു, ദയയിൽ പോയിട്ടുണ്ടായിരുന്നു, കോപ്പറേറ്റീവിൽ പോയിട്ടുണ്ടായിരുന്നു. രണ്ടിടത്തും ഇവള് പറഞ്ഞ പോലെ തന്നെ ആയിരുന്നു. 2 ഹോസ്പിറ്റലിൽ എടുക്കൂല, അവർക്ക് ഇവിടുത്തെ സർട്ടിഫിക്കറ്റ് വെച്ചുള്ള പിള്ളേരെ വേണ്ടെന്നാണ് അവർ പറയുന്നത്. തീർച്ചയായും ഒരു ലാബ് പോലെ അവർ തന്നിട്ടില്ല. ഒരു സ്കെൽട്ടൻ വെച്ചിട്ട് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ അവർ ക്ലാസ് എടുത്ത് തന്നിട്ടില്ല. ഒരു തിയറി ക്ലാസ് എന്ന് പറഞ്ഞിട്ട് അവർ എക്സാം വെക്കുമ്പോൾ വെറുതെ മാർക്കിട്ട് പോവാണ്. അല്ലാണ്ട് ഞങ്ങൾക്ക് ഒരു തിയറിയും പ്രാക്ടിക്കലും അവർ പറഞ്ഞു തന്നിട്ടില്ല. അങ്ങനെ മാസം മാസം കാശ് മേടിച്ചോണ്ട് ഇരിക്കുന്നവര്. പ്രാക്ടിക്കൽ എക്സാം വരുന്നത് ഫോണിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഫോണിലേക്ക് അയച്ചതാ. അപ്പൊ ഞങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ചയായിരുന്നു പ്രാക്ടിക്കൽ എക്സാം വന്നിട്ടുണ്ടായിരുന്നത്. ഫുൾ ഫോണിലേക്കാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, 3 ദിവസം എക്സാം. ഇപ്പൊ ഇന്നലെ ഞായറാഴ്ച ആയിരുന്നു, ഇന്നലെയാണ് ഫൈനലായിട്ട് ഫോട്ടോ എടുത്തിട്ടാണ് കൊടുക്കുന്നത്. ഇതാണ് എക്സാം, ഇങ്ങനെയാണ് എക്സാം വെക്കുക. നമ്മുടെ എക്സാം എന്ന് പറയുമ്പോൾ നമ്മുടെ കോളേജിൽ വന്നിട്ട് എഴുതേണ്ടതാ, ഇത് ഫോണിലാണ് അവർ തന്നിട്ടുണ്ടായിരുന്നത്. തീർച്ചയായും വിദ്യാർത്ഥികൾ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഈ പരീക്ഷ അടക്കം നടത്തിപ്പോൾ അത് സുതാര്യമായ രീതിയിൽ അല്ലായിരുന്നു. വിദ്യാർത്ഥികളടക്കം ഈ ഒരു വിഷയങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഈ ഫോണിൽ ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു കൊടുത്ത് പരീക്ഷ നടത്താനുള്ള ശ്രമം അടക്കം ഉണ്ടായത് എന്ന് പറയുന്നതിലും വലിയ രീതിയിൽ 100 കണക്കിന് വിദ്യാർത്ഥികൾ ഇതുമായി ബന്ധപ്പെട്ട് പറ്റിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഈ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എത്തിയിരിക്കുന്നത്. ഈ സ്ഥാപനത്തിനെതിരെ പരാതിയുമായി ഇവർ സമീപിക്കുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും സ്ഥാപനത്തിനെതിരെ നടപടി വേണമെന്നൊരു ആവശ്യമാണ്. അതുപോലെ തന്നെ ഇവർക്ക് ചെലവായ പണമടക്കം തിരിച്ചു നൽകാൻ ആവശ്യമായ നടപടികളും ഉണ്ടാകണമെന്നാണ് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.